ഹലോ. നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഞാൻ ഈ ചാനലിനോട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. അതായത് ഞാൻ കുറേ നാളായിട്ട് ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ 3-4 ആഴ്ച വർക്കൗട്ട് ചെയ്യും. പിന്നെ അതെന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ പറ്റിയിട്ട് നമ്മൾ ബ്രേക്ക് ആവും. ബുക്ക് വായിക്കാറുണ്ടായിരുന്നു. കുറച്ചുള്ള ബുക്ക് വായിക്കും. പിന്നെ ഇടയ്ക്കൊന്ന് എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പിന്നെ ആ ഫ്ലോ അങ്ങ് പോകും. പിന്നെ ബുക്ക് വായിക്കാൻ തോന്നില്ല. പിന്നെ ഇങ്ങനത്തെ കുറെ ഹാബിറ്റ്സുകൾ കൾട്ടിവേറ്റ് ചെയ്യണമെന്നുണ്ട്. അതായത് നമ്മളെ കുറച്ചുകൂടെ ബെറ്റർ ആക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നിട്ട് കുറെ നാളായി. പക്ഷെ അതിന് ഇതുവരെ പറ്റിയിട്ടില്ല. ഇന്നലെയൊക്കെ കാരണം ഇങ്ങനെ ഇങ്ങനെ ബ്രേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു എവിടെ ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ കാരണം ദിവസം ഡോക്യുമെന്റ് ചെയ്യുകയാണെങ്കിൽ സെറ്റ് അടിക്കുന്ന രീതിയിൽ ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കാം. ഒരു 3-4 ഹാബിറ്റ്സ് തീരുമാനിച്ചിട്ട് എന്നും ഡോക്യുമെന്റ് ചെയ്യാം. ഒരു അടുത്തൊരു 30 ദിവസത്തേക്ക് ഡോക്യുമെന്റ് ചെയ്യാം. ഡോക്യുമെന്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താന്നുള്ള രീതിയിൽ. എനിക്കൊരു ഐഡിയ ഇല്ല എന്താണെന്ന്. ഇനി അടുത്ത 30 ദിവസത്തേക്ക് ഞാൻ ഇന്ന് കുറച്ച് ട്രൈ ചെയ്ത് നോക്കി. ഇന്നും പോലും വർക്കൗട്ട് ആയില്ല. ഇനി അടുത്ത 30 ദിവസത്തേക്ക് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ ഒന്ന് ചലഞ്ച് ചെയ്യാന്ന് വെച്ചു. ഒന്ന് ചലഞ്ച് ചെയ്ത് നോക്കാം. റെഡി ആയി നോക്കുകയാണെങ്കിലോ, നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആവുകയാണെങ്കിലോ ഉള്ള രീതിയിൽ. അപ്പം ഞാൻ വിചാരിച്ചാണ് ഹാബിറ്റ്സ് 4 അതിൽ ഒന്നെന്ന് പറയുന്നത് വർക്കൗട്ട്. ഒബ്വിയസ്ലി ഹെൽത്ത് ഇല്ലാണ്ട് നമുക്കൊന്നും ഇല്ല. അപ്പോൾ ഫസ്റ്റ് വർക്കൗട്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ. ഫിസിക്കൽ ഹെൽത്ത് തന്നെ അടുത്ത് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ. മൂന്നാമത്തെ പറഞ്ഞ ജേണലിംഗ് ആണ്. ജേണലിംഗ് ഡയറി എഴുത്തുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ആ ഡേ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ പൊതുവെ രാവിലെ കുറച്ചും ബെറ്റർ ആയിരിക്കും. രാവിലെ എണിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ ജേണലിംഗ് മൂന്നാമത്തെ. നാലാമത്തെ പറയുന്നത് ബുക്ക് വായിക്കുക. ഒരു ഇത്ര പ്ലാൻ ചെയ്തിട്ടില്ല, എന്തായാലും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഡെയിലി ഒരു 20 പേജ് എന്നുള്ള രീതിയിൽ ഒന്നിനും അരമണിക്കൂർ വായിക്കുക, അല്ലെങ്കിൽ ഡെയിലി 20 പേജ് എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. ഈ 4 ഞാൻ വിചാരിച്ചേക്കണം. അപ്പോൾ ഒന്നുകൂടെ പറയാം. 1 വർക്കൗട്ട്, 2 മെഡിറ്റേഷൻ, 3 പറയുന്നത് ജേണലിങ്, 4 പറയുന്നത് ബുക്ക് വായിക്കുക. ബുക്ക് ഒരു 20 പേജ് അല്ലെങ്കിൽ 30 ബുക്ക് വായിക്കുക. ഈ 4 ഞാൻ വിചാരിച്ചേക്കണത്. ഞാൻ മാക്സിമം ഞാൻ ചെയ്യണ കാര്യങ്ങൾ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, നിങ്ങളെയും കാണിക്കാം. അപ്പോൾ എനിക്കും ഒരു അക്കൗണ്ടബിലിറ്റി ആയിരിക്കും ഈ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ കാര്യങ്ങൾ ടേൺ ഔട്ട് ചെയ്യണമെന്ന്. ഞാൻ പരിചയപ്പെടുത്തിയില്ല അല്ലേ. കുറച്ച് സ്പീഡ് ഉണ്ടെന്ന് പറയാം സംസാരത്തിന്. ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യാം സ്പീഡ്. എൻ്റെ പേര് അഭിരാം. നാട് തൃശ്ശൂരാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് വരും ദിവസങ്ങളിൽ പറയാം. അപ്പോൾ ഓക്കെ, ശരി.